ഹായ് എവരിവൺ, വെൽക്കം ടു ലാബ് ടെക്. ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ഞാൻ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് തീർച്ചയായും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ചാനലായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ഫേസ് ചെയ്തതും ഞാൻ ഹോസ്പിറ്റൽസിലും ലാബിലും ചെക്ക് ചെയ്യുന്ന ഭാഗമായിട്ട് ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ നിങ്ങൾക്കും പറഞ്ഞു തരാനും അതിൽ വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കാനും കൂടിയാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ. ഞാൻ ലാബിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു ബയോടെക്നോളജി കഴിഞ്ഞ ഒരാളാണ്. ലാബ് റിലേറ്റഡ് ആയിട്ട് എല്ലാ വർക്കിലും ഉള്ള ഒരാളായതുകൊണ്ട് ഇതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ എനിക്ക് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ട് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കത് സെൽഫായിട്ട് ചെക്ക് ചെയ്യാനുള്ളതും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിംറ്റം ഉണ്ടെങ്കിൽ അത് ഏത് റിലേറ്റഡ് അസുഖമായിരിക്കാം, അതെങ്ങനെയാണ് ലാബിൽ പോയി ചെക്ക് ചെയ്യേണ്ടത്, എന്ത് പേരിലാണ് ചെക്ക് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാൻ വേണ്ടിയിട്ടും അതിൻ്റെ വില എങ്ങനെയാണ് ഉണ്ടാവുക, അത് എത്ര ബഡ്ജറ്റിൽ നിൽക്കും, നമ്മുടെ സാധാരണക്കാരുടെ കയ്യിൽ നിൽക്കുമോ ഇല്ലയോ, അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലാബ് റിലേറ്റഡ് ബിസിനസ്, അതിൻ്റെ വാല്യൂസ്, അതിൻ്റെ സാധനം മേടിക്കുന്ന റേറ്റൊക്കെ എങ്ങനെയാണ്, നമുക്ക് എത്രത്തോളം ശരിക്കും ലാബുകാർക്ക് എന്തോളം ചിലവ് വരുന്നുണ്ട്, നമ്മൾ ഒരു എക്സ്പ്ലോയിറ്റ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാനാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെ പറ്റിയാണ്. അല്ലെങ്കിൽ ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പുറകെ വീഡിയോസായിട്ട് ഇടാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ഒരു പാറ്റേൺ ഓഫ് മെയിനായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് സച്ച് ആസ് ലിവർ, കിഡ്നി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയാണ് ആദ്യം തന്നെ ഞാൻ സംസാരിക്കുന്നത്. ഇന്നത്തെ ഡേ ഞാൻ സംസാരിക്കുന്നത് ലിവറിനെ പറ്റിയാണ്. നമുക്ക് ലിവറിനെ പറ്റി പറയാനാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ലിവറിൽ ടെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് LFT എന്ന് പറയും. ലിവർ ഫങ്ഷനിങ് ടെസ്റ്റിനാണ് LFT എന്ന് പറയുന്നത്. ലിവറിൽ മെയിനായിട്ട് വരുന്ന ഒരു കോമൺ സംഭവമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അത് ഓൾമോസ്റ്റ് മിക്കവർക്കും വരുന്ന സാധനമാണ് ഫാറ്റി ലിവർ. എന്നാൽ ഫാറ്റി ലിവർ നമ്മൾ അത്ര സീരിയസ് ആക്കി എടുക്കുകയില്ല. പക്ഷേ അതങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടാണ്ടിരുന്നിട്ട് അവസാനം അത് ലിവർ സിറോസിസായി മാറുമ്പോൾ ലിവർ മാറ്റി വെക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട്. അങ്ങനെയൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ടെസ്റ്റാണ് ഇമ്പോർട്ടൻറ്റ്, അതിൻ്റെ പൊസിഷൻ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യമായി ലിവറിൻ്റെ പൊസിഷനാണ് പറയുന്നത്. അത് ഏകദേശം നമ്മുടെ റൈറ്റ് സൈഡിൽ റിബ്സിൻ്റെ താഴെയായിട്ടാണ് ലിവർ പൊസിഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറും കൂടി ഞാൻ അതിൻ്റെ കൂടെ കൊടുത്തേക്കാം. പിന്നെ ലിവർ സിറോസിസിൻ്റെ ഒരു ഫോട്ടോ, അതായത് ലിവർ മോശം ലിവർ ആവുന്നത്, ആ സ്റ്റേജിനാണ് ലിവർ സിറോസിസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറും കൂടി ഞാൻ കൊണ്ടുപോയി. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഏകദേശം ധാരണ കിട്ടും. ലിവറിൻ്റെ പെയിനും പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സിംറ്റംസും കാര്യങ്ങളും കൂടി ഉള്ള പിക്ചറും ഞാൻ കൊടുത്തേക്കാം. ഏകദേശം നമ്മുടെ റൈറ്റ് സൈഡ് ഭാഗത്ത് പെയിനും, അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ ഭയങ്കര ബ്ലഡ് പോവുകയോ, അങ്ങനെ യൂറിൻ്റെ കളർ മാറുകയോ, പിന്നെ വയറിൽ നല്ല പെയിൻ വരികയോ, സ്കിന്നിൻ്റെ ടൂൺ മാറുകയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ഈ ലിവർ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ ചില വല്ല സിംറ്റംസ് പോലും ലിവർ കാണിക്കാറില്ല മോശമായി കഴിഞ്ഞാൽ. അപ്പോൾ പക്ഷേ നമുക്ക് എന്നാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യമായി ലാബിൽ പോയിട്ട് നമ്മൾ ബ്ലഡ് കൊടുക്കുക. ഈ ബ്ലഡ് കൊടുക്കുന്ന മൂലം നമുക്കറിയാത്തുള്ളൂ. ബ്ലഡ് കൊടുക്കുക, അവർ ഏത് ട്യൂബിലാണ് ബ്ലഡ് എടുക്കുന്നത്. അവിടെ കുറേ ട്യൂബ്സ്, പല തരത്തിലും പല കളറിലുള്ള ട്യൂബ്സ് ഉള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ അത് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുതരാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം അവർ ബ്ലഡ് എടുക്കുന്ന ട്യൂബിന് ഒരു നീഡിൽ വെച്ചിട്ട് എടുക്കുന്നത്. അതിൻ്റെ രണ്ട് മൂന്ന് തരം നീഡിൽസ് ഉണ്ട്. ആ നീഡിൽസിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് അവർ ട്യൂബിലേക്ക് മാറ്റും, ഒരു യെല്ലോ കളർ ട്യൂബിലേക്ക് മാറ്റും. ആ ട്യൂബിൻ്റെ പേരാണ് ജെൽ ട്യൂബ്. അത് പല കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൽ നല്ലൊരു കമ്പനിയാണ് BD. അതാണ് ഈ കാണിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ. പിന്നെ അത് എങ്ങോട്ട് പോകുന്നു, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നു, അതിനുള്ളൊരു ഫോട്ടോ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈ ലിവറും കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരാണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. അവരാണ് ഈ കാര്യങ്ങളെല്ലാം, അതിൻ്റെ വാല്യൂസ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ലിവറുമായി ബന്ധപ്പെട്ട് അത് ഏത് ടെസ്റ്റൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, ലിവർ ഫങ്ഷനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ടെസ്റ്റുകളുടെ ഒരു മെഷറാണ്, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ ആണ് ലിവർ ഫങ്ഷനിങ് ടെസ്റ്റിൻ്റെ നിർണ്ണായകമായിട്ട് പറയുന്നത്. അതിൻ്റെ എല്ലാം കൂടി ഒരു ജോയിൻ്റ് ഇതായിട്ടാണ് ലിവർ ഫങ്ഷനിങ് ടെസ്റ്റിൻ്റെ ടോട്ടൽ വാല്യൂ പറയുന്നത്. ലിവർ വർക്കിംഗ് ആണോ, നല്ല ലിവറാണോ, മോശം ലിവർ ആയിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നത്. എന്നാൽ ആ ടെസ്റ്റിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റുകൾ ഏതാണ്, അപ്പോൾ അത്രയും ചെക്ക് ചെയ്യുമ്പോൾ വലിയ പൈസ കൊടുക്കേണ്ടി. അപ്പോൾ അത്രയും ചെയ്യേണ്ട 2 ടെസ്റ്റാണ് മെയിനായിട്ട് ലിവറിൽ വരുന്നത്. അതിൻ്റെ പേരാണ് SGPT, SGOT, അലാനിൻ ട്രാൻസാമിനേസും അസ്പാർട്ടെ ട്രാൻസാമിനേസ് എന്ന് പറഞ്ഞ ടെസ്റ്റുകളാണ് ഇമ്പോർട്ടൻറ്റ് മെയിനായിട്ട് ചെയ്യേണ്ട 2 ടെസ്റ്റുകൾ. അത് ഇപ്പം ഞാൻ എൻ്റെ ചെക്ക് ചെയ്തേക്കണ എൻ്റെ വാല്യൂവിൽ കൊടുത്തിട്ടുണ്ട് ഏകദേശം. ഇത് എനിക്ക് സംശയം തോന്നിയപ്പോൾ ഞാൻ ചെയ്ത ടെസ്റ്റുകളാണ്. കാരണം എനിക്ക് ഡയറിയയും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വയറിളക്കം, അല്ലെങ്കിൽ വയറുവേദനയും, പിന്നെ ഭയങ്കരമായിട്ട് വീർത്തിരിക്കുന്ന പോലെയും, ഗ്യാസ് കയറിയ പോലെയും, പിന്നെ സ്കിന്നൊക്കെ ഡള്ളാവുകയും, ഭയങ്കരമായിട്ട് ഒരു ഇച്ചി, ഒരു ചൊറിച്ചിൽ, അങ്ങനെയൊക്കെ ഫീൽ ചെയ്തപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നമുക്ക് എന്തോ സംശയം തോന്നിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ
ചെക്ക് ചെയ്യാൻ പോയത്. LFT എടുക്കാമെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ എൻ്റെ അടുത്ത് പൈസ കുറവായതുകൊണ്ട് ഞാൻ അതിൽ മെയിൻ ടെസ്റ്റുകൾ മാത്രമേ ചെക്ക് ചെയ്തിട്ടുള്ളൂ. അതിൽ മെയിൻ ടെസ്റ്റ് 2 പേരാണ്. അതിൻ്റെ 2 മെയിൻ എൻസൈംസാണ് SGPT ALT എന്ന് പറയുന്നതും പിന്നെ AST എന്ന് പറയുന്നതും. അപ്പോൾ ഈ 2 പേരെ ആദ്യം ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഫർദർ ഫുൾ ടെസ്റ്റ് ചെയ്യാം, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് കംപ്ലീറ്റ്ലി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നിങ്ങൾക്ക് തന്നെ കാണാം വാല്യൂ കൂടുതലാണ്. അതായത് നോർമൽ എന്ന് പറയുന്നത് ഇതിൽ നോക്കി SGOTയുടെ വാല്യൂ അഡൾട്ടിൽ 40 വരെ വരാൻ പാടുള്ളൂ. പിന്നെ ALT വാല്യൂ ആണെങ്കിൽ 45 വരെ വരാനും പാടുള്ളൂ. അപ്പോൾ എൻ്റെ വാല്യൂ ഫസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ തന്നെ നോക്കുമ്പോൾ നിങ്ങൾ നോക്കാം 59ആണ് എൻ്റെ ALT വാല്യൂ. അത് കൂടുതലാണ്. ദാറ്റ്സ് മീൻസ് ലിവർ അബ്നോർമലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കൂടുതലാണ്. അവിടെ AST വാല്യൂ എന്ന് പറയുന്നത് SGOT വാല്യൂ എന്ന് പറയുന്നത് കുറവാണ്, 29ആണ്. അത് നോർമലാണ്. അതാണ് അവർ ഡാർക്ക് കളറിൽ ഒരു ഡാർക്ക് ബ്ലാക്കിൽ അവർ മാർക്ക് ചെയ്യും അങ്ങനെ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ. വാല്യൂ തൊട്ടിപ്പുറത്ത് തന്നെ കാണിക്കണുണ്ട് കണ്ടോ. ഏത് റിപ്പോർട്ടിൻ്റെയും അതിൽ വാല്യൂ വിട്ടിട്ടുണ്ടാവും. ഇപ്പുറ സൈഡിൽ നമ്മുടെ കറണ്ട് കിട്ടിയ വാല്യൂ വിട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് അബ്നോർമൽ ആണെങ്കിൽ അവർ അത് ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്യും. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് റിപ്പോർട്ട് നോക്കേണ്ടത്. ആക്ച്വലി എൻ്റെ ആദ്യം ചെക്ക് ചെയ്തപ്പോൾ 3 times ഹയർ ആയിരുന്നു. അപ്പോൾ പേടിക്കുന്ന ഒരു വാല്യൂ ആയിരുന്നതുകൊണ്ട് ഡോക്ടറെ കണ്ട് മെഡിസിൻ തന്നു. ആ മെഡിസിൻ ഏതാണെന്ന് എനിക്കറിയാം, പക്ഷേ അത് ഞാൻ ഒരിക്കലും നിങ്ങളത് പറയില്ല മെഡിസിൻ ഏതാണെന്ന്. അത് എൻ്റെ സ്ട്രീം അല്ലാത്തതുകൊണ്ട് അതെനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ലാബിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളെ പറയാൻ പറ്റത്തുള്ളൂ, കാരണം ഞാൻ അതിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് മെഡിസിൻ ഏതാണെന്നൊന്നും പറഞ്ഞു തരാത്തത്. നിങ്ങൾക്ക് റിപ്പോർട്ട് നോക്കാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം. ഇത് നോക്കുക തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വാല്യൂസ് കണ്ടോ, ഈ അഡൾട്ടിൻ്റെ റേഞ്ച് എന്താണ്, കുട്ടികളുടെ റേഞ്ച് എന്താണെന്നൊക്കെ മാർക്ക് ചെയ്യും. മിക്ക ലാബുകളും അങ്ങനെ മാർക്ക് ചെയ്യും. അതിലിപ്പോൾ ഓവറായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവരത് ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്യും. ശ്രദ്ധിക്കുക, അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാകും എപ്പോഴും. അപ്പോൾ അത് നോക്കുക. ഇപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും വേരിയേഷൻസ് കാണിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നോർമൽ വാല്യൂവിനെക്കാട്ട് ഇരട്ടി പോക്ക് അത്രയും കൂടുതലായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഡോക്ടറെ കാണാൻ പോകേണ്ടതുള്ളൂ. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ഫുൾ കംപ്ലീറ്റ് റിപ്പോർട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് അതിൽ വരുന്ന ടെസ്റ്റും ഇതൊക്കെയാണ് അതിൽ വരുന്ന വാല്യൂസും. അപ്പോൾ ഇതാണ് അതിൻ്റെ കംപ്ലീറ്റ് റിപ്പോർട്ട്. ആക്ച്വലി ഇതിപ്പോൾ ഞാനൊരു ഗൂഗിളിൽ നിന്ന് എടുത്ത റിപ്പോർട്ടാണ്. ഇതാണ് LFT ടെസ്റ്റിന് വരുന്ന കംപ്ലീറ്റ് ടെസ്റ്റും കൂടി അടങ്ങിയ ഒരു റിപ്പോർട്ട് ഇതാണ് ആക്ച്വലി. അപ്പോൾ ഇതുമ്പോൾ കണ്ടു, ഇവർ നോർമൽ വാല്യൂ റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്യുന്ന കിട്ടിയ വാല്യൂ ആദ്യം തന്നെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും തമ്മിൽ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് ചില ലാബുകൾ ഹൈലൈറ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഏതൊക്കെ ടെസ്റ്റാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ഇൻക്ലൂഡഡ് ആവുന്നത്, അതിന് ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര വിലയാവും, അതിൽ ഏതൊക്കെ ടെസ്റ്റാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഏതൊക്കെ ടെസ്റ്റ് എന്തിനൊക്കെയാണ് ചെയ്യുന്നത്, ലിവറിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചെയ്യുന്നതെന്നുള്ളൊരു പേജ് ഞാൻ നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് ലിവർ ഫംഗ്ഷനിങ് ടെസ്റ്റുകളെല്ലാം. അപ്പോൾ അത് എന്തിനൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളതും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റുകളുടെ പേര് ഇതൊക്കെയാണ്: ALT, AST, ALP, ഗാമ-GT, ടോട്ടൽ ബിൽറൂബിൻ. ഈ ബിൽറൂബിൻ തന്നെ 3 തരമുണ്ട്. ടോട്ടൽ ബിൽറൂബിൻ ഉണ്ട്, ഡയറക്റ്റ് ബിൽറൂബിൻ ഉണ്ട്, ഇൻഡയറക്റ്റ് ബിൽറൂബിൻ ഉണ്ട്. പിന്നെ വരുന്നത് ആൽബുമിൻ ടെസ്റ്റും പിന്നെ PT ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയും ടെസ്റ്റാണ് ലിവർ ഫംഗ്ഷനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 2 പേരാണ് ALT, AST. ആദ്യം കിടക്കുന്ന 1-2 ആൾക്കാർ. പിന്നുള്ളതാണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, ഗാമ-GT, ടോട്ടലും ഇൻഡയറക്റ്റും ഡയറക്റ്റ് ബിൽറൂബിൻ. ഈ ബിൽറൂബിൻ ടെസ്റ്റുകൾ ഇതെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള വാല്യൂസാണ് ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിനെ നിർണ്ണയിക്കുന്നത്. അതെപ്പോഴും ഓർത്തിരിക്കുക. എപ്പോഴും ഫസ്റ്റ് മെയിൻ ടെസ്റ്റുകളായിട്ട് ALT, AST ചെയ്യുക. അതിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അടുത്തതിലേക്ക് പോകാം. കണ്ടോ, ഇതിൽ കൊടുത്തിട്ടുണ്ട് ബാക്കി. നിങ്ങൾ പറ്റുമെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഇത് വലിയ കാര്യമായിട്ട് അറിയണമെന്നില്ല. ഇതായിട്ട് ബന്ധപ്പെട്ട് വാല്യൂസ് മാറ്റമുള്ളവർ മാത്രം ഇതൊന്ന് വായിച്ചാൽ മതി. പക്ഷേ മെയിൻ ടെസ്റ്റുകൾ മാത്രം അറിയാൻ വേണ്ടിയിട്ടാണ് എടുത്തു പറഞ്ഞത്. SGPT, AST, ALT. നിങ്ങൾ അത്രയും പൈസ കൊടുക്കണ്ട, കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ആ പേരെടുത്തെടുത്ത് പറയുന്നത്. ഇപ്പോൾ അതിന് വേരിയേഷൻ ഉണ്ടെങ്കിൽ മാത്രം ഫർദർ ടെസ്റ്റുകളിലേക്ക് പോവുക. ഇപ്പോൾ ഇതിലെല്ലാത്തിലും പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നവരാണ് ടോട്ടൽ ബിൽറൂബിനും AST, ALT, ഗാമ-GT ഒക്കെ. ഈ പാക്കേജസിൽ ചിലപ്പോൾ ഇതെല്ലാം കൂടി കയറുമ്പോൾ ഒരു 1000 രൂപയുടെ മുകളിലൊക്കെ പോകും. ഇപ്പോൾ LFT എന്ന് പറയുമ്പോൾ ഈ GGT ഒക്കെ ഒഴിവാക്കിയിട്ട് അതൊരു 500 രൂപ 600 രൂപ റേഞ്ചിലൊക്കെ അവർ കൊണ്ടുവരാറുണ്ട്. പിന്നെ ALT, AST ഒക്കെ 250 റേഞ്ചിലൊക്കെ നിൽക്കും. ഞാൻ ഇനി കുറച്ച് ലാബിൽ വരുന്ന ടെസ്റ്റുകളുടെ റേറ്റും അവർ ഏതൊക്കെ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇവിടെ. ഇതിപ്പോൾ DDRCD ആണ് കേട്ടോ. DDRCDയിൽ ഇപ്പോൾ നോക്കൂ, LFT ചെക്ക് ചെയ്യാനായിട്ട് 525 രൂപയാണ് അവർ കാണിച്ചിരിക്കുന്നത്. അതിലവർ എടുത്ത് പറഞ്ഞേക്കണുണ്ടോ GGT വിത്തൗട്ട് GGT എന്നാണ്. GGTനെ അവർ ഒഴിവാക്കി. കുഴപ്പമില്ല, നമുക്ക് ഇനീഷ്യലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് പറയാൻ ഈ പാരാമീറ്റേഴ്സിൻ്റെ ധാരാളമാണ്. ഇതിലിപ്പോൾ അത്യാവശ്യം പാരാമീറ്റേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. GGT മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. ഈ പറയുന്ന ഇത്രയും ഇതിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ മാത്രം ഈ GGT ഒക്കെ ചെക്ക് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ആ വാല്യൂ അത്രയും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ GGTനെ ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നോക്കിയിട്ട് ഇത് ചെയ്യാൻ മാത്രം 525 രൂപ വില വരും.
ഇപ്പോൾ ഇനി കാണിക്കാൻ പോകുന്ന ലാബ് ലാൽപാത്ത് എന്ന് പറഞ്ഞ ലാബിൻ്റെയാണ്. അവരുടെ പാരാമീറ്റേഴ്സ് ഉണ്ടോ AST ALT GGT ആൽക്കലൈൻ ഫോസ്ഫറ്റൈസ് AST ALT പിന്നെ ബിൽറുബിൻ ഡയറക്റ്റ് ടോട്ടൽ പിന്നെ ആൽബുമിൻ ടോട്ടൽ പ്രോട്ടീൻ അത്യാവശ്യം എല്ലാ പാരാമീറ്റേഴ്സും ഇവർ കാണിക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വിലയും പാരാമീറ്റേഴ്സും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. എല്ലാവരും അത് ചിന്തിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വില കുറയണ അനുസരിച്ച് പാരാമീറ്റേഴ്സ് അവർ കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആക്യുറസിക്ക് അത് ബാധിക്കുന്നുണ്ട്. അത് ഏത് മെഷീനിലാണ് അവർ ചെയ്യുന്നത്, അതിൻ്റെ ആക്യുറസി എന്താണ്, അങ്ങനെയും കൂടിയുള്ള കാര്യങ്ങൾ കൂടി അറിയാനുണ്ട് ഇതിൽ. അപ്പോൾ അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവരുടെ വില നിങ്ങൾ ഏകദേശം നോക്കിക്കോ. ഇത്രയും പാരാമീറ്റേഴ്സ് ചെയ്യാൻ ഇവർ ആകെപ്പാടി ചാർജ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ 330 രൂപയാണ്. അത് കുറവാണ് ആക്ച്വലി. 330 എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞ റേറ്റാണ്. ശരിക്കും 330 രൂപ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ റേറ്റാണ്. പക്ഷേ ഇത് ഇവർ ഏത് മെഷീനിലാണ് ചെക്ക് ചെയ്യണമെന്ന് ഉള്ളതും നമ്മൾ അറിയേണ്ടതാണ്. ആ മെഷീനിൻ്റെ ആക്യുറസി എന്താണ്, നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് ഏത് ട്യൂബിലേക്ക് ഒഴിക്കുന്നു, ആ ട്യൂബ് എന്തോരം ക്വാളിറ്റി ഉള്ള ട്യൂബാണ്, ആ ട്യൂബിൽ നിന്നാണ് അവർ മെഷീനിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ആ മെഷീൻ്റെ ക്വാളിറ്റി, ആ മെഷീൻ്റെ റിയേജൻ്റെ ക്വാളിറ്റി, അവരെന്തുകൊണ്ട് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിലിപ്പോൾ GGT ഉൾപ്പെടെ ഇൻക്ലൂഡഡ് ആണ്. എന്നിട്ടും 330 രൂപ ഉള്ളെങ്കിൽ അത് അത്രയും ചീപ്പാണ്. ചീപ്പാവുന്നുണ്ടെങ്കിൽ അവരുടെ മെറ്റീരിയൽസും അത്രയും ചീപ്പായിരിക്കും. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അതും കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം കൂടിയാണ് കേട്ടോ. അതിൻ്റെ കാലിബ്രേഷൻ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ പുറകിലുണ്ടാവും. മെഷീൻ്റെ ആക്യുറസി ചെക്കിംഗ് എന്നൊക്കെ പരിപാടിയാണ്. കാലിബ്രേഷൻ കൺട്രോൾ കൊടുക്കുക, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ലാബിൽ. അപ്പോൾ അതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിൻ്റെ ആക്യുറസീനെ അത്രയും കൊണ്ടു നിർത്തുന്ന പാരാമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്നും നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ റിസൾട്ടിന് വേരിയേഷൻ വരാം. അപ്പോൾ ഈ 330 രൂപ കൊടുക്കണമെങ്കിൽ അവർ എന്തൊക്കെയോ കട്ട് ചെയ്യുന്നുണ്ട്. ഈ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മെഷീൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അങ്ങനെ റിപ്പോർട്ടിൻ്റെ ക്വാളിറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറയ്ക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെപ്പോഴും ചീപ്പ് തേടി പോകരുത്. പക്ഷേ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംശയം തോന്നുന്ന ആളുകളില്ലേ, ചെറിയ ചെറിയ സിംറ്റംസ് സംശയം, നമുക്ക് കുറച്ചധികം പൈസ ഇല്ല ചെയ്യാൻ, അങ്ങനെയുള്ളവർക്ക് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇതിൽ വേരിയേഷൻസ് ഏതെങ്കിലും പാരാമീറ്റേഴ്സ് ഒരെണ്ണത്തിലും കാണിക്കും വേരിയേഷൻസ്. അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ലാബാണ് മെട്രോപോളിസ്. ഇപ്പോൾ നിങ്ങൾ ഇവരുടെ വില നോക്കിയാൽ ഓൾമോസ്റ്റ് 1600 രൂപയാണ് കാണിക്കുന്നത്. അതായത് ഇത്രയും നേരം കാണിച്ച ലാബുകളിനെക്കാട്ടും ഓൾമോസ്റ്റ് ഇരട്ടിയാണ് ഇവർ കാണിക്കുന്ന വില. ഇതെന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് പാരാമീറ്റേഴ്സ് വരുമ്പോഴാണ് ഈ 1600 രൂപ എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ എല്ലാ GT ഉൾപ്പെടെ എല്ലാ ടെസ്റ്റുകളും ചെയ്യുമ്പോഴാണ് ഈ 1600 രൂപ വരുന്നത്. അതിന് പുറമേ അവരുടെ ലാബിൻ്റെ ചാർജസ്, അതായത് അവരുടെ കറക്റ്റ് കാലിബ്രേഷൻ, കറക്റ്റ് പ്രൊസീജിയേഴ്സ്, യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി, ഇതെല്ലാം ഹൈ ആയിരിക്കും. അപ്പോഴും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത്രയും വില വരുന്നത്. അതിൻ്റെ റിസൾട്ടിൻ്റെ ആക്യുറസിയും കൂടുതലായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഈ 3 ലാബിൻ്റെ വില ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ ചുമ്മാ കണ്ണും പൂട്ടി എവിടെയാണ് ലാഭം. ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ഏത് ഹോട്ടലിലാണ് ചീപ്പ് ഇതിൽ ഫുഡ് കിട്ടുന്നത്, അപ്പോൾ ഫുഡിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരാമെന്ന് പറയില്ലേ, സെയിം തന്നെയാണ്. ഇത്രയും വില കൊടുത്തിട്ട് ചെക്ക് ചെയ്താൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് ക്വാളിറ്റി നമുക്ക് കിട്ടും. പക്ഷേ ഇതിലെല്ലാം നമ്മൾ ചെയ്യേണ്ടതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇവരുടെ വില കുറഞ്ഞ പ്ലാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ ഏതെങ്കിലും പാരാമീറ്റേഴ്സ് അപ്പോൾ കട്ട് ചെയ്തിട്ടായിരിക്കും ആ വില കാണിക്കുന്നത്. ഇതിപ്പോൾ നോക്കിയേ, ഇതിപ്പോൾ അവർ 600 രൂപയുടെ ഒരു പ്ലാനാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതായത് അവരുടെ ഏതെങ്കിലും കൂടിയ ഒരു പാരാമീറ്റർ അവർ കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് സംശയമുള്ളവർക്കൊക്കെ ഈ പ്ലാനൊക്കെ തന്നെ ധാരാളം. ഇതിൽ നിന്ന് പിന്നെയും കട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിലിപ്പോൾ ഒരു 6, 7, 8 പാരാമീറ്റേഴ്സ് ഇതിൽ തന്നെ ഉണ്ടാവും. 600 രൂപ കൊടുത്താലും മതി. ഇനിയും കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ, ഇനിയും സാധാരണക്കാർക്ക് ഇനി അത് അഫോർഡബിൾ ആവുന്നില്ലെങ്കിലാണ് ഞാൻ പറഞ്ഞ പോലെ ALT AST വാല്യൂ മാത്രം ചെക്ക് ചെയ്യുക. അതാകുമ്പോൾ ഒരു 250, 300, 350 ആ റേഞ്ചിൽ വന്ന് ഒതുങ്ങും. അത് അത്രയും പൈസ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അത്രയും പൈസ കുറച്ച് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ പേടിച്ചിട്ട് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്യുന്നവർക്കാണ് ഇത് പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും സംശയം കിട്ടിയാൽ മാത്രം ഫർദർ കൂടുതൽ ചെക്ക് ചെയ്താൽ മതി. അതാണ് ഞാൻ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ പറയുന്നത്. ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് നിങ്ങൾ ബ്ലഡ് കൊടുത്തതിന് ശേഷം, അതെല്ലാം മനസ്സിലാക്കി തരാനാണ് ഇതെല്ലാം, ഈ വില വിവരം ഉൾപ്പെടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തുള്ള ക്വാളിറ്റി കൂടിയ ലാബുകളിലൊക്കെ ചെക്ക് ചെയ്താൽ നമ്മുടെ റിസൾട്ടിൻ്റെ ക്വാളിറ്റിയും കിട്ടും. നമുക്ക് ഡോക്ടേഴ്സിന് ഈ വാല്യൂ കിട്ടിയതിന് ശേഷം മുതലേ അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഉള്ളൂ. അപ്പോൾ ഈ വാല്യൂ ആക്യുറേറ്റ് ആണ് ഇല്ലെന്നോ ഏത് ലാബാണെന്നൊന്നും അവർക്കൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ആക്യുറേറ്റ് എന്താണ്, മെഷീൻ എന്താണെന്നൊന്നും ഡോക്ടേഴ്സിന് അറിയില്ല. അപ്പോൾ നമ്മളത് അറിഞ്ഞിരിക്കണം. നമ്മൾ റിസൾട്ടും കൊണ്ട് ഒരു ഡോക്ടറിനോട് ചെല്ലുമ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആയിരിക്കണം, ആ റിസൾട്ട് പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളൊരു ഒരു ധാരണയെങ്കിലും നമുക്ക് വേണം. ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വേണം. എന്നിട്ട് വേണം ഡോക്ടറെ കാണിക്കുക. അവിടെ നിന്ന് അവർ ട്രീറ്റ് ചെയ്യുന്നത്, ആ വാല്യൂ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ആ വാല്യൂ മാറ്റം വരാം. അവർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അനുസരിച്ചും അവർ ആ സാമ്പിൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതനുസരിച്ചും ആ വാല്യൂവിൽ മാറ്റം വരാം. അതാണ് നമ്മളൊരു പ്രോപ്പർ ലാബിൽ കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം. നമുക്ക് മരുന്ന് തരുന്നത് അതിനനുസരിച്ചാണ്. അപ്പോൾ അത് റോങ് വാല്യൂക്ക് അഗൻസ്റ്റ് മരുന്ന് കഴിക്കണമെങ്കിൽ നമ്മൾ നല്ലോണം എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കുറേ കുറ്റവും കുറവുകളും കാണും. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതിനെ കൊണ്ടുള്ള കുറ്റവും ബഹളവും എഡിറ്റിങ്ങിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. വരുന്ന ദിവസങ്ങളിൽ ഞാൻ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ ഞാൻ നോക്കുന്നു. നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക്സ് കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ താങ്ക് യു.